നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂരൽമലയ്ക്കായി ₹1 പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ കണക്കിലെ സാങ്കേതികത്വം നിരത്തി ഒളിച്ചു കളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് കേരളത്തിനായി ശബ്ദിക്കണം. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടും. ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി. രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജനം നല്ലപോലെ ചർച്ച ചെയ്യണമെന്ന് കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ മതേതര തുല്യതാ സങ്കല്പങ്ങൾ തകർക്കപ്പെടുമ്പോൾ നാം കേവലം കാഴ്ചക്കാരാകരുത്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി S. കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. കേരള കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പിരിച്ചുവിട്ടത് അധ്യാപകർ മുതൽ സെക്യൂരിറ്റി വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെ. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വൈസ് ചാൻസലറുടെ ഉത്തരവ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം. സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന് മുഹമ്മദ് മോഹസിൻ MLA. നല്ല കൂട്ടായ്മകളിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണം. ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവം നാളെ സമാപിക്കും. നാടകോത്സവത്തിന്റെ 8ാം ദിനത്തിൽ ആധുനിക നാഗരികത വിഴുങ്ങുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ. ഇന്ന് വൈകിട്ട് 7 അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. വാർത്തകൾ വിശദമായി. ചൂരൽമലയ്ക്കായി ₹1 പോലും തരാത്തവരാണ് കേന്ദ്രമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കണക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ രേഖാമൂലം അറിയിക്കണമെന്നും അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് കേരളത്തിനായി ശബ്ദിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്നും ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കണക്കിലെ കളികളെക്കുറിച്ച് പറയുന്നതല്ലാതെ പരിശോധിച്ച മെമ്മോറാണ്ടത്തിൽ എത്ര തരാൻ കഴിയുമെന്ന് കേന്ദ്രം പറയുന്നില്ലെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. കേരളവും കേന്ദ്രവും ശത്രു രാജ്യങ്ങളല്ല. ഗാർഡിയൻ ഏഞ്ചലായി പെരുമാറാൻ കേന്ദ്രം തയ്യാറാകണം. ചൂരൽമലയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് കേരളത്തിനായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലടിക്കേണ്ട വിഷയമല്ല ഇത്. ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യമറിയിക്കണം. ഇത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിനോട് അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന്റെ മുമ്പിലെ ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായിട്ട് മുന്നോട്ട് അക്ഷന്തമായിട്ടുള്ള പ്രശ്നമാണത്. ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ആളുകൾ ഇതൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല. പക്ഷേ 1438 പേരെ അങ്ങനെ കണ്ടെത്തിയതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു. അവർക്കെല്ലാം ധനകാര്യ വകുപ്പ് നോട്ടീസ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. അത് ഒളിപ്പിച്ചു വയ്ക്കാനൊന്നും കഴിയുന്നൊരു കാര്യമല്ല. കാരണം ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇങ്ങനെ ചെയ്തവരോട് ഒരു സന്ധി നമുക്ക് ഉണ്ടാക്കാനും കഴിയില്ല. അത് കേവലം ഒരു പണം പലിശയോടുകൂടി തിരിച്ചടക്കിൽ അവസാനിക്കുകയില്ല. കഠിനമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. ഭൂമി തരം മാറ്റുന്ന തുക കാർഷിക അഭിവൃദ്ധി ഫണ്ടായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കോടതി വിധി പത്രത്തിൽ കണ്ട അറിവേയുള്ളൂ. കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ നടപ്പാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കോടതി വിധി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരം സർക്കാർ പുറത്തുവിടും. 1438 പേർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും. മുഖം നോക്കാതെയായിരിക്കും നടപടിയെന്നും നടപടിയെടുത്ത ശേഷം വിവരങ്ങൾ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. 1% ആളുകൾ പോലും അനർഹമായി പെൻഷൻ കൈപ്പറ്റാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാമ്പത്തിക പ്രതിസന്ധി. കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. അധ്യാപകർ മുതൽ സെക്യൂരിറ്റി വരെയുള്ള 120ഓളം ജീവനക്കാരെയാണ് ഡിസംബർ 1 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കാണിച്ച് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നോൺ പ്ലാൻ ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലം
താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വൈസ് ചാൻസലറുടെ ഉത്തരവ് രജിസ്ട്രാർ രേഖാമൂലം താൽക്കാലിക ജീവനക്കാർക്ക് അയച്ചുകൊടുത്തു. ഡിസംബർ 1 മുതലാണ് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തത് മൂലം കലാമണ്ഡലത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി താൽക്കാലിക അധ്യാപക അനധ്യാപക ജീവനക്കാരെ നിയമിച്ചിരുന്നു. എന്നാൽ പദ്ധതിയേതര വിഹിതത്തിൽ നിന്നും ആവശ്യമായ തുക ലഭിക്കാത്തത് മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം ഡിസംബർ 1 മുതൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചതായി കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാജ്യമെന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജനം നല്ലപോലെ ചർച്ച ചെയ്യണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ മതേതര തുല്യതാ സങ്കല്പങ്ങൾ തകർക്കപ്പെടുമ്പോൾ ജനത വെറും കാഴ്ചക്കാരാകരുത്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MP. രാജ്യത്തെ ഫാസിസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചിലർ ശ്രമിക്കുന്നത്. ആശങ്കാജനകമായ ഇത്തരം സാഹചര്യത്തെക്കുറിച്ച് ജനങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം. ജനാധിപത്യ മതേതര സങ്കല്പങ്ങളും തുല്യതാ സങ്കല്പങ്ങളും തകർക്കപ്പെടുമ്പോൾ നാം കാഴ്ചക്കാരാകരുതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഫെബ്രുവരി 9, 10, 11 തീയതികളിലാണ് CPM തൃശൂർ ജില്ലാ സമ്മേളനം. യോഗത്തിൽ 1001 അംഗ സംഘാടക സമിതിയും 251 അംഗ നിർവാഹക സമിതിയും രൂപീകരിച്ചു. കലാമണ്ഡലം ഗോപി രക്ഷാധികാരിയും AC മൊയ്തീൻ MLA ചെയർമാനും TK വാസു കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, NR ബാലൻ, MK കണ്ണൻ, VK ശ്രീരാമൻ, MN സത്യൻ, TK വാസു, M ബാലാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി S കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. പാലപ്പുറത്ത് നടക്കുന്ന ഏരിയ സമ്മേളനം 21 അംഗ ഏരിയ കമ്മിറ്റിയെയും 32 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും ഇന്ന് തെരഞ്ഞെടുത്തു. പൊതുസമ്മേളനം അല്പസമയത്തിനകം പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലെ T ശിവദാസ് മേനോൻ നഗറിൽ ആരംഭിക്കും. കാട്ടാനയെ തുരത്താൻ പടക്കമെറിയുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനം വാച്ചർക്ക് സാരമായി പരിക്കേറ്റു. ഒലവക്കോട് RRT സ്റ്റാഫ് സൈനുൽ അബിദിനാണ് പരിക്കേറ്റത്. വിരലുകൾ അറ്റുപോയ സൈനുൽ ആബിദിന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒലവക്കോട് ധോണി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് അവിടെ എത്തിയതായിരുന്നു സൈനുൽ ആബിദ്. ആന ജനവാസ മേഖലയിലേക്കും കൃഷിയിടത്തിലേക്കും ഇറങ്ങാൻ ശ്രമിച്ചതോടെയാണ് സൈനുൽ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിച്ചത്. പടക്കം എറിയുന്നതിനിടെ കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു. വിരലറ്റ് രക്തം പാർന്ന സൈനുലിനെ സഹപ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചു. സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് വനം വാച്ചർമാർ പണിയെടുക്കുന്നത്. സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ വനം വകുപ്പ് പലപ്പോഴും ഗുരുതര വീഴ്ച വരുത്തുന്നുണ്ട്. ഇതുമൂലം അപകടങ്ങളും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ 18ാമത് ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം നാളെ സമാപിക്കും. നാടകോത്സവത്തിൽ ഇന്നലെ വൈകിട്ട് ആധുനിക നാഗരികതയിൽ വിസ്മൃതമാകുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ അരങ്ങിലെത്തി. അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരമാണ് ഇന്നത്തെ നാടകം. 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിന്റെ 8ാം ദിനത്തിൽ ആധുനിക നാഗരികതയിൽ സ്വയം മതിമറന്നുപോകുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ. ഗ്രാമാന്തരീക്ഷമാണോ നഗരാന്തരീക്ഷമാണോ ഒരു കുഞ്ഞിന് കൂടുതൽ സുരക്ഷയൊരുക്കുകയെന്ന പ്രസക്തമായ ചോദ്യമാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ആധുനിക നാഗരികതയുടെ അപജയങ്ങൾ കൂടി നാടകം ചൂണ്ടിക്കാണിക്കുന്നു. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി തുടങ്ങി ബന്ധങ്ങളുടെ വിശാലതയിൽ നിന്നാണ് സത്യമംഗലം ജംഗ്ഷൻ കഥ പറയുന്നത്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ഗൃഹാതുരതയും നഗരജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളുമൊക്കെ മികവോടെ അരങ്ങിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് മികച്ച അനുഭവമായി. ജോർജ് കട്ടപ്പനയുടെ മികച്ച രചനയെ പ്രേക്ഷകരെ വൈകാരികമായി സ്പർശിക്കുന്ന തരത്തിലുള്ള രാജീവൻ മമ്മിളിയുടെ സംവിധാന മികവ് നാടകത്തെ വേറിട്ടതാക്കി. എക്സ്പ്രസ് വന്നു, ഫോണില്ല. അതെന്താണ് ഈ ട്രെയിനുകൾക്ക് ആണുങ്ങളെ പേര്?
ഉണ്ടല്ലോ, നേത്രാവതി, ജയന്തി ജനത, ഝാൻസി റാണി, ഇതൊക്കെ പെണ്ണുങ്ങളുടെ പേരുള്ള ട്രെയിൻ അല്ലേ? ഇവർക്ക് മക്കൾ വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ, കൊച്ചുവേലി, കുഞ്ഞുങ്ങളാ, ഞരട്ടകളാ. അമ്മയുടെ അടിയന്റെ പെണ്ണുങ്ങളുടെ കുഞ്ഞമ്മയുടെ മോറ്റ മരം. പശ്ചാത്തല സംഗീതവും കലാസംവിധാനവും വെളിച്ചക്രമീകരണങ്ങളും ഒക്കെ നാടകത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. നാടകോത്സവത്തിന്റെ 9ാം ദിനമായ ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. നല്ല കൂട്ടായ്മകളിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണമെന്നും MLA പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സിനിമയെന്നും സമൂഹത്തിനു വേണ്ടി സാംസ്കാരികപരമായ സിനിമ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഓരോ പ്രദേശങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്കും സിനിമ എത്തണം. നല്ല കൂട്ടായ്മയിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണം. സിനിമ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും MLA പറഞ്ഞു. വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിൽ സിനിമയെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സിനിമ ഒരു ആർട്ട് ഫോം ആയിട്ടാണ് വന്നതെങ്കിലും അത് പിന്നീട് കേവലം ഒരു ആർട്ട് ഫോമിൻ്റെ അപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ സിനിമയ്ക്കുണ്ടായിട്ടുണ്ട്. അത് സാംസ്കാരികമായി, രാഷ്ട്രീയമായി, മറ്റു പലതരത്തിലും സാമ്പത്തികമായും ഒക്കെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി സിനിമ മാറിയിട്ടുണ്ട്. സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ആർട്ട് ഫോമിൽ നിന്ന് ആരംഭിച്ചതാണ്. ഞായറാഴ്ച രാവിലെ പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു സ്വീകരണ പരിപാടി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ TP ഷാജി, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ചലച്ചിത്ര പിന്നണി ഗായിക രാധിക അശോക്, ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് റീജിയണൽ കോർഡിനേറ്റർ നവീന, കോളേജ് യൂണിയൻ ചെയർമാൻ K. ജീവ, സുനിൽ ഓങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ടൂറിംഗ് ടാക്കീസ് വിളംബരജാഥ പട്ടാമ്പിയിലെത്തിയത്. 14 ജില്ലകളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട്. ഡിസംബർ 13 മുതൽ 20 വരെയാണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലാണ് വിളംബരജാഥ നടത്തിവരുന്നത്. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ലോക സിനിമയെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വലിയ മേളയുടെ ഭാഗമാകാൻ പ്രാദേശികരായ ജനങ്ങൾ തയ്യാറാകുന്നുണ്ടെന്നും ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് റീജിയണൽ കോർഡിനേറ്റർ നവീന പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ലോക സിനിമയെ എത്തിക്കുക, അതോടൊപ്പം തന്നെ IFFKയുടെ പ്രചാരണാർത്ഥമുള്ള ഒരു യാത്രയാണിത്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ വളരെ സന്തോഷത്തോടെ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ വളരെ വർക്കിംഗ് സാറ്റിസ്ഫാക്ഷനോടെയാണ് ഇതിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും IFFKയോട് സഹകരിക്കുന്ന ആളുകളോട്, ജനങ്ങളോട് തന്നെയാണ് നമുക്ക് അത്യധികം സന്തോഷം പറയാനുള്ളത്. കാരണം വലിയൊരു മേളയുടെ ഭാഗമാകാൻ പ്രാദേശികരായ ജനങ്ങൾ തയ്യാറാകുന്നു. 2 കൈയും നീട്ടി IFFK സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA, പാലക്കാട് ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ വളരെയധികം ഊർജിതമായി ഇത്തരം ഒരു IFFKയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കുകയും വളരെ പോസിറ്റീവായി നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരികയും സിനിമയോടുള്ള അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തത് വളരെ പോസിറ്റീവായ സൈനാണ് ലോക സിനിമയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നത്, IFFKയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. കോഴിക്കോട് ചലച്ചിത്ര അക്കാദമിയുടെ റീജിയണൽ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. വിളംബരജാഥ ഞായറാഴ്ച തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ വയോധികൻ കഴുത്തിൽ കുരുക്കിട്ട് കിണറ്റിൽ ചാടി മരിച്ചു. മാരാത്തുകുന്ന് ഉന്നതിയിലെ തൊട്ടേക്കാട് വീട്ടിൽ 73 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. ഭാര്യയുടെ നിര്യാണത്തോടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ചന്ദ്രൻ താമസിച്ചിരുന്നത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. കൊപ്പം നക്ഷത്ര റീജൻസിയിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് KP റസാഖ് അധ്യക്ഷനായി. 160-ലധികം അംഗങ്ങൾ പങ്കെടുത്ത കൺവെൻഷനിൽ വെച്ച് പട്ടാമ്പി മണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകി. ജില്ലയുടെ ഉപാധ്യക്ഷൻ മുസ്തഫ മുളയങ്കാവ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ 2024-26 വർഷത്തേക്കുള്ള പാനൽ അവതരിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റായ പട്ടാമ്പി യൂണിറ്റിലെ സുജീഷ് വട്ടപ്പറമ്പിലിനെയും ജനറൽ സെക്രട്ടറിയായി P റഫീഖ് ശങ്കരമംഗലം, ട്രഷററായി മുഹമ്മദ് റഫീഖ് വല്ലപ്പുഴ എന്നിവർ അടങ്ങുന്ന 41-അംഗ എക്സിക്യൂട്ടീവിനെ യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി K ഹമീദ്, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V മൊയ്തു ഹാജി, ഒറ്റപ്പാലം മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് കണ്ണനുണ്ണി, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി മണ്ണാർക്കാട് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി M സിദ്ദിഖ് പത്ര സ്വാഗതവും ട്രഷറർ KT ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കൊപ്പം ടൗണിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, E മുസ്തഫ മാസ്റ്റർ, AP രാമദാസ്, പുണ്യ സതീഷ്, റിയാസുദ്ദീൻ, രവി സരോവരം, KK മുസ്തഫ, TK ഷുക്കൂർ, MT വഹാബ്, മനോജ്, AK അസീസ്, ഹനീഫ എന്നിവർ സംസാരിച്ചു. BJP മനിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ആചരിച്ചു. മനിശ്ശേരിയിൽ നടന്ന അനുസ്മരണ പരിപാടി BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് N മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അനുസ്മരണ സമ്മേളനം BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് N മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെൽ കോർഡിനേറ്റർ P ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മനിശ്ശേരി ഏരിയ ജനറൽ സെക്രട്ടറി AC സുബ്രഹ്മണ്യൻ, SC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KP ശശിധരൻ, KP മുരളീധരൻ, K കൃഷ്ണദാസ്, രാജേഷ് കുമാർ, P സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. OBC മോർച്ച ഏരിയ പ്രസിഡന്റ് A അഭിലാഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സർക്കാർ മേഖലയിലെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം നേടിയ KS കൊച്ചുനാരായണിയെ മങ്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മങ്കര പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന വേളയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് കൊച്ചുനാരായണിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക കൊച്ചുനാരായണിക്ക് ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മാറി അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് സംസ്ഥാന അവാർഡ് നമ്മുടെ കൊച്ചുമാരത്തിനാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളൊപ്പം നിന്ന് സഹകരിച്ച മേഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി OA ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി നിഷ എന്നിവർ സംസാരിച്ചു. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ സീനിയർ സൂപ്രണ്ടായി കൊച്ചുനാരായണി ജോലി ചെയ്തു വരുന്നു. വളരെ ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു ശരീരം ഇവിടെ നിൽക്കുന്നത്. ആ ശരീരത്തിനുള്ളിലുള്ള മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിനും ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെയായിരുന്നു. കാരണം അവാർഡ് മുത്തച്ഛനും അച്ഛനും ഒക്കെ അവാർഡിൻ്റെ ആൾക്കാർ അവാർഡിന് വേണ്ടി നല്ല സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. അത് കണ്ടിട്ടാണ് ഞാനും വളരുന്നത്. എന്നെ ഇതുവരെ ഒരു വയ്യാത്ത കുട്ടി എന്നുള്ള ഒരു വാക്ക് എൻ്റെ മുന്നിൽ ഇതുവരെ അവർ ഉച്ചരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ക്ഷേത്രശുദ്ധി അഷ്ടബന്ധ കലശ ചടങ്ങുകൾ നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരുത്തിപ്ര ശ്രീ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഊട്ടുപുര നിർമ്മാണം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാമായണ മാസാചരണം, നരസിംഹമൂർത്തി ജയന്തി, നവരാത്രി മഹോത്സവം തുടങ്ങിയ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടത്തിവരുന്നുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിക്കുന്നതിനു വേണ്ടിയാണ് താന്ത്രിക ആചാരപ്രകാരമുള്ള ശുദ്ധി അഷ്ടബന്ധ കലശം തുടങ്ങിയ അനുബന്ധ ചടങ്ങുകൾ നടത്തിയത്. തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ മനക്കൽ ഭവത്രാതൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പാടിവട്ടം രാമൻ നമ്പൂതിരിയുടെയും ഉപദേശപ്രകാരമാണ് നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. 10ഓളം വേദജ്ഞർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ പ്രസാദഊട്ടൊരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പ്രസാദഊട്ടിൽ പങ്കെടുത്തു. ശനിയാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പ്രാസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുകലശപൂജ, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ പുനരാരംഭിച്ചു. ഉഷപൂജ, ബിംബശുദ്ധി, കലശാഭിഷേകം, 25 കലശപൂജ ശുദ്ധി, കലശാഭിഷേകം, ഉച്ചപൂജ, 25 കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയുമുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂരൽമലയ്ക്കായി 1 രൂപ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ കണക്കിലെ സാങ്കേതികത്വം നിരത്തി ഒളിച്ചു കളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് കേരളത്തിനായി ശബ്ദിക്കണം. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടും. ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി. രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജനം നല്ലപോലെ ചർച്ച ചെയ്യണമെന്ന് കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ മതേതര തുല്യതാ സങ്കല്പങ്ങൾ തകർക്കപ്പെടുമ്പോൾ നാം കേവലം കാഴ്ചക്കാരാകരുത്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി S. കൃഷ്ണദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. കേരള കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പിരിച്ചുവിട്ടത് അധ്യാപകർ മുതൽ സെക്യൂരിറ്റി വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെ. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വൈസ് ചാൻസലറുടെ ഉത്തരവ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം. സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണിതെന്ന് മുഹമ്മദ് മോഹസിൻ MLA. നല്ല കൂട്ടായ്മകളിലൂടെ നല്ല സിനിമകൾ ഉണ്ടാകണം. ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവം നാളെ സമാപിക്കും. നാടകോത്സവത്തിന്റെ 8ാം ദിനത്തിൽ ആധുനിക നാഗരികത വിഴുങ്ങുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ. ഇന്ന് വൈകിട്ട് 7-ന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.